അച്ഛൻ ഈ പ്രേതത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടാ? എന്ത് ചോദ്യമാണ്. പിന്നെ എന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആരടാ? ഈ ചങ്ങലമാടനിക്ക് ഉള്ളതാണാ? അതൊക്കെ ഉള്ളതല്ലേ മക്കളെ, അതിന് ഉദാഹരണമല്ലേ അച്ഛൻ. അതെ, ചങ്ങല ഇല്ലെന്നേ ഉള്ളൂ. ഈ കളി തമാശയൊക്കെ വിടി, എന്നിട്ട് കാര്യത്തിലോട്ട് കടക്കി. ഇതൊക്കെ ഉള്ളതാണാ? ഉള്ളതാണോ എന്ന് ചോദിച്ചാ അതില് കുറച്ച് സത്യങ്ങളുണ്ട്. 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്മുമ്മയുടെ ദേഹത്ത് പെട്ടെന്നൊരു രാത്രി ഒരു ബാധ കയറി. അവിടെ കിടന്ന് ബഹളവും അലറലും അപ്പൂപ്പനെ വരെ ഉപദ്രവിച്ചിട്ടുണ്ട് അമ്മുമ്മ. അച്ഛനെ ഉപദ്രവിച്ചതേ സ്വബോധത്തോടെ തന്നെ. അമ്മായിയമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അങ്ങനെ 2 കൊടുക്കണമെന്നുള്ളത്. തന്നെ അച്ഛാ? അങ്ങനെയൊന്നും അല്ലടാ. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു എന്റെ അച്ഛന്റെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ 2 കിട്ടേണ്ട ആള് തന്നെ. ബാക്കി പറയും. അങ്ങനെ അമ്മുമ്മയുടെ ദേഹത്തെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അച്ഛൻ മേപ്പാടനെ കൊണ്ടുവന്നു. മേപ്പാടൻ നമ്മുടെ തറവാട്ടിൽ വന്ന് കാല് കുത്തിയതേ ഉള്ളൂ. അമ്മുമ്മയുടെ ബാധയും പോയി, അച്ഛന്റെ കയ്യിലിരുന്ന 10,000 രൂപയും പോയി. പിന്നീട് എപ്പോഴെങ്കിലും അമ്മുമ്മയ്ക്ക് ബാധ കയറിയിട്ടുണ്ടാ? പിന്നെ ബാധ കയറിയിട്ടില്ല, വാദം വന്നു, കോച്ചുവാദം പിടിച്ച്. ഈടാ ഇതൊക്കെയാണ് പ്രേതകഥ. അതൊക്കെ നമ്മളെ കുടുംബത്തില്. ഡ്രാക്കുള കോട്ടയെ പറ്റി പറയാൻ കുറെ കഥകൾ കാണൂല. നീ പറ കേക്കാം. എല്ലാവരും രാത്രി കിടന്നുറങ്ങിയിരുന്നു. ഞാൻ നോക്കിയപ്പോ നമ്മുടെ അലമാരയിലും ഒരനക്കവും ഒരു കുലുക്കവും. ഞാൻ പേടിച്ചുപോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ബെച്ചിട്ടെടുത്ത് അങ്ങ് മൂടി അങ്ങ് പൊളിച്ചിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. എന്ത് സത്യം അമ്മ? വീട്ടില് പ്രേതമല്ല കള്ളനാണ് കയറിയെന്നുള്ള സത്യം. ഓ എടാ, എവളെ വീട്ടിൽ കയറിയത് പ്രേതമൊന്നുമല്ല, കള്ളനായിരുന്നു. കള്ളൻ കുത്തി തുറന്ന് അലമാരയിരുന്ന ആഭരണമെല്ലാം എടുത്തോണ്ട് പോയി. ഇവള് വണ്ടി. അയ്യോ, അത് കള്ളനൊന്നും അല്ല, സ്വർണ്ണം എടുത്തതേ ചാമുണ്ടി യക്ഷിയാണ്. ചാമുണ്ടിയല്ല, ഇപ്പൊ പറങ്ങാണ്ടി. മക്കളെ ഉള്ളത് തന്നെ. പിന്നെ എങ്ങനെയാണ് ആ എടുത്ത സ്വർണം അവിടെ തന്നെ തിരിച്ച് അതേപടി വന്നത്? ചാമുണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോളോ? സ്വർണം മുക്കുപണ്ടമാണെന്ന് കള്ളൻ അറിഞ്ഞ നിമിഷം തിരിച്ചു കൊണ്ടുവച്ചതാണ് ചാമുണ്ടി. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്വർണം 916 ആണെന്നുള്ളത്. റോൾഡ് ഗോൾഡ് വാങ്ങിച്ചിട്ട് അതിന്റെ അകത്ത് നിന്റെ അച്ഛൻ 916 എന്ന് എഴുതി വെച്ച അത് സ്വർണ്ണം ആവൂല ജലജെ, മനസ്സിലാക്ക് നീ. എന്റെ അച്ഛൻ നേരം നിറയുള്ളവനാണ്. സത്യം, വെറും നാറിയായിരുന്നു. അച്ഛാ, നിങ്ങളില്ലാത്ത സമയത്തെ ഒരു ദിവസം നമ്മൾ 2 കൂടി കാജാബിടി വലിച്ചായിരുന്നു. വെരി ഗുഡ്. എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടാടാ. അല്ല, ഓജാ ബോർഡ് കളിച്ചായിരുന്നു. കളിച്ചോണ്ടിരിക്കണേന്റെ ഇടയിലേ മെഴുകുതിരി താനേ അണഞ്ഞ്. ബോർഡിന്റെ നടുക്ക് വെച്ചിരുന്ന കോയിനില്ലേ, താനേ അനങ്ങിത്തുടങ്ങി. നിനക്കൊക്കെ ആ സമയത്ത് വല്ല ഏണിയും പാമ്പും കളിച്ചാ പോരായിരുന്നാടാ. പുള്ളി പേടിയാവണ്. എന്റെ പുറകിൽ ആരെങ്കിലും വന്ന് നിപ്പുണ്ടാ എന്തോ. ജലജെ, എന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയുമോ? ആദ്യം എന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പറയും. ജനാലകൾ കാറ്റിലാടി ഉലഞ്ഞു. അതിന്റെ ഇടയിൽ കരിമ്പൂച്ചകളുടെ ഇരുമ്പിയ മുരൾച്ച. ശൂലം പിടിക്കാനായിട്ട് പൂച്ചയ്ക്കൊന്നും ഉറക്കമില്ലേ രാത്രി? നീക്കെന്തിനാ അത് കളിക്കാൻ പോയാ? പ്രേതത്തിനെ കാണാൻ ഒരു പൂതി തോന്നി അമ്മ. പ്രേതത്തിനെ കണ്ട ആ പൂതി തീർന്നോളും. അച്ഛ, നമുക്ക് സെമിത്തേരി വരെ ഒന്ന് പോയിട്ട് വന്നാലേ? പിന്നെന്താ, പോയിട്ട് വരാ. എവിടാ സെമിത്തേരിയില? എന്തിന്? യക്ഷിയെ കാണാൻ. പെണ്ണ് കാണാൻ പെണ്ണിന്റെ വീട്ടിൽ പോണ കണക്കാണ് പറയണത് സെമിത്തേരി ലക്ഷ്യെ കാണാൻ പോവാന്ന്. ഇതൊക്കെ ഒരു രസമല്ലേ? രസം കൊണ്ട് ചെന്ന് കയറിക്കോട്. അവിടെ സെമിത്തേരിയിലെ പ്രേതങ്ങൾ നിനക്കൊക്കെ 4-5 കൂട്ട കറിയായിട്ട് നിപ്പുണ്ട്. നിനക്കൊക്കെ സദ്യ വിളമ്പാൻ കോരിത്തരി വണ്ണാക്കില്ലേ. പ്ലീസ് അച്ഛാ, നമ്മളൊരു ആഗ്രഹമല്ലേ, ഒന്ന് കൊണ്ടുപോകും. എടാ മോനെ, ഈ അച്ഛന്റെ 16 ദിനം നടത്തണമെന്നാണോ നിന്റെയൊക്കെ ആഗ്രഹം? ഏതായാലും നിങ്ങൾ 3 കൂടെ പോയിട്ട് വരി. ഞാൻ അന്ത്യകർമ്മങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്ക. പോടി എവിടെന്ന്. എന്തരച്ചാ മുട്ടി നിക്കാണ്. മുട്ടി നിക്കണെങ്കിലേ എടുത്തിട്ട് പോയി കിടന്നുറങ്ങ് അല്ലേ. അച്ഛൻ നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ ഓജാബോട് കളിച്ച് ഉള്ള പ്രേതങ്ങളെല്ലാം നമ്മൾ വിളിച്ചു വരുത്തും, അല്ലേടാ? സത്യം. അയ്യോ വേണ്ട, നിങ്ങളൊന്ന് കൂടെ പോയിട്ട് വന്നാണി. എടാ, ഈ അച്ഛൻ കുഴിമന്തി വാങ്ങിച്ചാരാടാ? വേണ്ട.
അപ്പൊ എനിക്ക് കുഴിമാന്താൻ തീരുമാനിച്ചു അല്ലേ? നന്നായി, നന്നായി വരും. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കൂ. അവസാനം ഈ സ്പോർട്സ്മാന്റെ സ്പിരിറ്റ് മാത്രമേ കാണൂ, ഓർക്കണം. സാരമില്ല, പിള്ളേരെ ഓരോ ആഗ്രഹമല്ലേ. എങ്കിൽ നീ കൂടെ വാ. എനിക്ക് സ്പോർട്സിൽ പണ്ടേ താല്പര്യം കുറവായിരുന്നു. ആർട്സിലായിരുന്നു കൂടുതൽ താല്പര്യം. Shall we go and dye my sons? ഇംഗ്ലീഷാ? ഇതൊക്കെ എപ്പോ പഠിച്ചേ? ഇംഗ്ലീഷ് കഫേ വഴി. ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇംഗ്ലീഷ് കഫേ. ലോകത്ത് എവിടെ നിന്നുകൊണ്ടും ഏത് സമയത്തും വീഡിയോ ക്ലാസ് വഴി ഓൺലൈനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പ്രായമോ യോഗ്യതയോ ഒരു പ്രശ്നമല്ല. 5 വർഷം കൊണ്ട് സജീവമായിട്ട് നിൽക്കുന്ന ഇംഗ്ലീഷ് കഫേയിൽ 1,00,000-ൽ പരം സ്റ്റുഡൻസ് ആണ് ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ലെവൽ ടെസ്റ്റ് നടത്തി കസ്റ്റമൈസ്ഡ് സിലബസ് ഉപയോഗിച്ചാണ് ക്ലാസ് നൽകുന്നത്. 24 മണിക്കൂർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായി ഓൺലൈനായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനർ കൂടെ ഉണ്ടാവും. സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡെയിലി സ്പീക്കിംഗ് ആക്ടിവിറ്റീസും നേരിട്ട് കണ്ട് സംസാരിച്ച് പഠിക്കാൻ വേണ്ടി സൂം വഴി ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി 45 ദിവസത്തെ ജൂനിയർ കോഴ്സ് ഉണ്ട്. അതിൽ കൃത്യമായി പാരന്റ്സ് മീറ്റിംഗ് നടത്തും, ടെസ്റ്റുകളും നടത്തും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ISO സർട്ടിഫൈഡ് ആയ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകും. നിശ്ചിത കാലയളവിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് എക്സ്ട്രാ വാലിഡിറ്റിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് നോക്കണ്ട, ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്തു. നല്ല ഇരുട്ടല്ലേ? ഏയ്, ഒട്ടും ഇരുട്ടില്ല. അണ്ട സൂര്യ ഉദിച്ചിങ്ങനെ കണ്ടില്ലേ? എവിടെ സൂര്യ? ചിലപ്പോ തെങ്ങിനിടയിൽ ഒളിച്ചിരിക്കുകയായിരിക്കും. നീ നടാ. യവന്മാരനെ ഊക്കിയതാണ്. അതാ മണ്ടന്മാരായിരിക്കും എൻ്റെ മക്കളല്ലേ. ഈശ്വര, കുറെ നേരം കൊണ്ട് നടക്കേണ്. സെമിത്തേരിയും തെത്താത്ത വഴി തെറ്റിയാ. ഇനിയിപ്പോ സെമിത്തേരിയുടെ വഴി അറിവിടാത്തോണ്ടേ നമുക്ക് സെമിത്തേരി നൈറ്റ് ടൂർ ക്യാൻസൽ ആക്കാം. വാ, തിരിച്ചു വീട്ടിൽ പോവാ. എന്തിന്? നമ്മളെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഇരിക്കില്ല, അത് നോക്കി പോവാം. ഇത്രേ ഉള്ളു. ബാപ്പിളിമുക്ക് സെമിത്തേരി. ദാ അടക്കണം, റിവ്യൂ അടക്കാം. ഗുഡ് സെമിത്തേരി. മൈ ബ്രദർ ഹൈലി സാറ്റിസ്ഫൈഡ് വിത്ത് ശവക്കല്ലറ. ഗുഡ് ആംബിയൻസ്, 100% ട്രസ്റ്റബിൾ, മസ്റ്റ് ട്രൈ പ്ലേസ്. അയ്യോ, കണ്ടാച്ചാ? സെമിത്തേരിക്ക് ഇടാൻ പറ്റിയ റിവ്യൂ. അച്ഛാ, അവിടെ ചെന്ന അച്ഛന് പ്രായം കുറഞ്ഞ ആൾക്കാരെ കാണണോ അതോ പ്രായം കൂടിയ ആൾക്കാരെ കാണണോ? ആരെ കണ്ടാലും എനിക്ക് അവരോട് ഒന്ന് പോവാനുള്ളതല്ലേടാ. ഏതായാലും എനിക്ക് പ്രയത്നം കാണാൻ ഒടുക്കത്തെ ക്യൂരിയോസിറ്റി. സെയിം ബീച്ച്. യവന്മാർക്ക് ഭ്രാന്താണ്. എങ്ങനെ പോയാൽ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റൂല. മുങ്ങാം. എടാ, എനിക്ക് പെട്ടെന്ന് മുള്ളാൻ മുട്ടണം. നിങ്ങൾ നടന്നോ, ഞാൻ മുള്ളിയിട്ട് നിങ്ങളോട് മുള്ളാൻ കേട്ടാ. മുള്ളിയിട്ട് വരണേ, മുങ്ങല്ലേ. എന്തിനാടാ മുങ്ങിയിട്ട്? ഞാൻ ഉറപ്പായിട്ടും എത്തും. വാ. പിന്നെ എനിക്ക് വേറെ പണിയില്ല. വെറുതെ പറഞ്ഞതാണ് മുള്ളാൻ വിട്ടണം. ഇപ്പൊ ശരിക്കും മുള്ളാൻ വിട്ടണം. പച്ചപ്പുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിക്ക. ഈശ്വര, തവളെ മാക്രിയൊന്നും കാണരുതേ. ഹലോ. ഹലോ. മുള്ളാൻ വന്നതായിരിക്കും അല്ലേ? അതെ. വീടെവിടെ? ഇവിടെ തന്നെ. ഓ, എത്ര നാളെ ഇവിടെ മുള്ളാൻ തുടങ്ങിയിട്ട്? ഒരു 100-150 വർഷമായിട്ട് ഇവിടെ തന്നെ സ്ഥിരം മുള്ളാറ്. 100-150 വർഷമായല്ലേ? അപ്പൊ എന്റെ അപ്പൂപ്പൻ വൺ മിസ്റ്റർ പപ്പനെ അറിയാമോ? പപ്പന്റെ ചെറുമോനാ നീ? ഞാൻ ഇന്നലെയും കൂടെ നരകത്തി വെച്ച് കണ്ടതേ ഉള്ളൂ. നല്ല കാര്യം. അപ്പൂപ്പനെ ഞാൻ ഒന്ന് തിരക്കിന്ന് പറഞ്ഞേക്കണം കേട്ടാ. അല്ല, അപ്പൂപ്പനെ എവിടെ വെച്ച് കണ്ടെന്നാണ് പറഞ്ഞ? എടാ, നിന്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും മരിച്ചു. നമ്മൾ തന്നെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, ഉള്ള കാര്യം പറയാം. ഇവിടെ അധികം നേരം നിൽക്കണ്ട. പ്രേതമുള്ള ഏരിയയാണ്. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എടുത്തിട്ടേ കുടഞ്ഞിട്ട് എണീറ്റ് പൊയ്ക്കോ കേട്ടാ. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ ആരൊക്കെയാ ഇതൊക്കെ? ഹലോ, ഉദ്ദേശം എത്ര വർഷമായി മരിച്ചിട്ട്? ഞാൻ ഒരു 30-40 കൊല്ലമായി മരിച്ചിട്ട്. അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ? ജീവിതം പാടാണ്. റേഷനൊക്കെ വളരെ കുറവാണ്. പിന്നെ കല്ലറയല്ലേ, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പം രാത്രി എന്താണ് ഫുഡ്? അപ്പുറത്തെ കല്ലറ കിടക്കുന്ന തോമസ് ചിക്കൻ ഫ്രൈ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവ എനിക്ക് തരൂല. ഞാൻ അത് മോട്ടിച്ചെടുക്കും. ഇതുപോലെ പണ്ട് നിങ്ങൾ മോട്ടിക്കാൻ കയറിയപ്പോഴല്ലേ ആരോ തലക്കടിച്ച് കൊന്നത്? വീണ്ടും മോട്ടിക്കാൻ കയറിയാ വീണ്ടും കൊല്ലൂലേ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അപ്പൊ മോട്ടിക്കണല്ലോ, അവനോട് നേരിട്ട് പോയി ചോദിക്കും. അവൻ തരുമായിരിക്കും. തരും. തന്നില്ലെങ്കിലോ? തലക്കടിച്ച് കൊന്നോ? ഞാൻ നിനക്ക് മുറുക്കാൻ വാങ്ങാൻ തന്ന പൈസ കൊണ്ട് നീ മുങ്ങിയല്ലടാ. അപ്പൊ പിന്നെ മരിക്കണേന് മുമ്പ് മുറുക്കാൻ തിന്നിട്ട് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
അത് നീ സാധിച്ചു തന്നില്ല. അപ്പൂപ്പ എന്നോട് പൊറുക്കണം. അത് പിന്നെ മുറുക്കമാക്കി വേണ്ടി കടയിൽ പോയപ്പോഴേ ബേക്കറിയിൽ നോക്കിയപ്പോൾ ചിക്കൂശിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അപ്പൂപ്പ തന്ന പൈസക്ക് ഞാൻ അത് വാങ്ങിച്ചു കുടിച്ചു. ആ അതൊക്കെ പോട്ട്, ഇപ്പൊ നന്നായിട്ട് പഠിക്കല്ലേ? പഠിക്കുന്ന കുട്ടികൾ നല്ലപോലെ പഠിക്കുന്നുണ്ട്. തന്തേരാതേ വിത്ത്. അപ്പൂപ്പനല്ലേ അച്ഛനെ നട്ട. എനിക്ക് അപ്പൂപ്പനെ കാണാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല കേട്ടാ. ലീലയ്ക്ക് സുഖം തന്നെ. ഏത് ലീല അപ്പൂപ്പ? നമ്മളെ വീട്ടിൽ ജോലിക്കിക്കണ ലീലേ. ഇനി അവളെ കാണുമ്പോ ഞാൻ തിരക്കിയത് പറയണം. മരിച്ചും പോയി. അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നേനാ. ഒന്നുമില്ല, സുഖം തന്നെ. വന്ന വഴി മറന്ന് അവന്മാരെ കാണാനുമില്ല. മഹേഷേ തീർച്ച വെറുക്കാവുന്നില്ലല്ലോ. ഹലോ ഹലോ, എന്താ ഇവിടെ? എന്താ എന്താ എന്താ? ആ അതെ സെക്യൂരിറ്റി, ഞാൻ വന്നത് ഈ വഴി ആ വഴി പോയ വഴി പെരുവഴിയായി. ഇപ്പം എൻ്റെ വീട്ടിലോട്ട് ഒന്ന് വഴി പറഞ്ഞു തരാമോ? 9 മണിക്ക് ശേഷം ഈ വഴി വരാൻ പാടില്ല എന്ന് തനിക്ക് അറിഞ്ഞൂടെ? വെടുവായുത്തരം പിടിച്ച 2 മക്കളുണ്ട് എനിക്ക്. അവന്മാര് പറഞ്ഞ് രാത്രി അവന്മാർക്ക് സെമിത്തേരി കാണാൻ പോകണമെന്ന്. അങ്ങനെ വന്നതാണ്. മക്കൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ബോധമില്ലേ? ഇപ്പോഴത്തെ പിള്ളേരെ പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. കാരണം ഞാനൊരു ബാങ്കിലെ സെക്യൂരിറ്റി ആയിരുന്നു. ഒരുത്തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കാർ അങ്ങോട്ട് മാറ്റി പാർക്കിയാൽ. ആ ദേശത്തിൽ അവ എന്നെ കാറടിച്ച് കൊന്നു. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പോക്കാണ്. അല്ല, കാറിടിച്ച് ആരും മരിച്ചെന്ന ഇപ്പൊ പറഞ്ഞ? എന്നെ തന്നെ. ഞാനിപ്പോൾ സെമിത്തേരിയിലെ സെക്യൂരിറ്റിയാണ്, സെക്യൂരിറ്റി ജോൺസൺ. തനിക്ക് പറ്റുമെങ്കിലേ പെട്ടെന്ന് പോയി മരിച്ചിട്ട് വാ. ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ വേക്കൻസി ഉണ്ട്. എനിക്ക് 1-2 പറഞ്ഞ ഒരാളുമായി. എനിക്കും പരലോകത്തൊക്കെ വരണമെന്നുണ്ട്. എടാ മോനെ, ഭൂമിയെ പോലല്ല, പരലോകത്ത് ഭയങ്കര പാടാണ് ജീവിക്കാൻ. ഉദാഹരണത്തിന് ഇവിടെ വൈഫൈ ഇല്ല. പിന്നെ ഈ മൂക്കിൽ പഞ്ഞി വെച്ചേക്കണത് ചില്ലറ കാര്യമല്ല. ഒന്ന് തുമ്മാൻ പോലും പറ്റില്ല. എന്തൊരു പറയണ? പിന്നെ ജോലി എടുത്ത് അവിടെ ജീവിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല. നല്ല കാര്യം. എടാ മോനെ, പിന്നെ നമ്മളെ ഏരിയയിൽ മരിക്കാറായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തരണമല്ല, എനിക്ക് കൂട്ടിന് ആരുമില്ല. അവിടെ ഒരു രാധയുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഡോക്ടറെല്ലാം കൈവിട്ട് പെട്ടെന്ന് എത്തും. വരട്ടെ. പെണ്ണല്ലേ, അപ്പോൾ എനിക്കൊരു ഇതാകും. 95 വയസ്സുണ്ട്. അപ്പോൾ വരണ്ട, എപ്പോഴൊന്നും വരണ്ട, പതുക്കെ വന്നാൽ മതി. അപ്പൂപ്പ നമ്മളെ വീട്ടിലോട്ടൊക്കെ വരാത്തെന്ത്? നമുക്ക് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചിരിക്കായിരുന്നു. എടേ, ഞാൻ തായ്ലാൻഡിലോട്ട് ടൂറ് പോയേക്കണതല്ല, മരിച്ച് മണ്ണിന്റെ അടിയിൽ പോയതാണ്. സോറി, ഞാൻ അത് ഓർത്തില്ല. ഇനിയിപ്പം ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നാലും നിന്റെ അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് വന്നത് പണ്ടേ ഇഷ്ടമല്ലായിരുന്നല്ല. അങ്ങനെ പറയില്ല അപ്പൂപ്പ. അമ്മ എപ്പോഴും അപ്പൂപ്പനെ ഓർക്കും. എൻ്റെ അച്ഛനെ തെറി വിളിക്കാൻ നേരത്ത്. ഹലോ മാമ, എണീക്ക് മാമ. മാമ പ്രേതോണ? ഏയ്, പ്രേതമൊന്നുമല്ല. എപ്പോഴാണ് മക്കളെ എനിക്ക് ശ്വാസം നേരെ വീണ? ഇവിടെ മൊത്തം പ്രേതമാണ്. മക്കളിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുകയെന്ന് ചെയ്യല്ലേ? അതെ മാമ. പിന്നെ മോളെ, ഞാൻ വന്ന വഴി മറന്നുപോയി. കൂടെ ഉള്ളവരെയും കാണാനില്ല. അതുകൊണ്ട് മോളെനിക്ക് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞുതരോ? പിന്നെന്താ, ഞാൻ ചോദിക്കണ ഒരു സാധനം മാമ എനിക്ക് കുടിക്കാൻ തന്നാ ഞാൻ വഴി പറഞ്ഞു തരാം. മോക്ക് എന്ത് വേണം? ടെസ്പി, ഏഴപ്പൻ, സ്പിരിറ്റ്, പറ മോള് പറ. ഇതൊന്നും വേണ്ട, എനിക്ക് നല്ല ശുദ്ധമായ ശുദ്ധമായ രക്തം വേണം. അത് നമുക്ക് പോണ വഴിക്ക് സെറ്റാ. രക്തം എന്താ കുടിക്കണേ? രക്തരക്ഷസ് രക്തമല്ലേ മാമ കുടിക്കാനുള്ളത്? മോളോട് ഞാൻ ആദ്യമേ ചോദിച്ചതാണ് പ്രേതമാണെന്ന്. അപ്പോഴേ മറുപടി തന്നിരുന്നെങ്കിൽ എനിക്ക് ബോധം വീഴൂലായിരുന്നു. രക്തരക്ഷസ് വേറെ കാറ്റഗറിയാണ്, പ്രേതമല്ല. പുതിയ അറിവ് പകർന്നു തന്നതിന് ഒരുപാട് നന്ദി. കുട ഇവിടെ ഇരിക്കട്ടെ, ഓടാൻ പാടായിരിക്കും. അപ്പോൾ ശരി. നേരം വെളുക്കാറായി. ശരി, പിന്നെ ഞാൻ പോണ്. പീതാംബരം മെമ്പറിന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. ഓ ഡാ മോനെ, ഇന്ന് തന്നെ പറയണേ, എന്നാലും അവൻ 10 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും ശരിയാക്കൂ. 10 കൊല്ലം എടുക്കുമല്ലേ? എങ്കിൽ പിന്നെ ഞാൻ പറയണില്ല, നിങ്ങൾ നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. മൂപ്പര കയ്യിലിരിപ്പ് കാരണേ നേരത്തെ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്.
വാ അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോ? മൂക്കി വെക്കാൻ പഞ്ഞിയോ തലയെ കെട്ടാൻ തുണിയോ അങ്ങനെ എന്തെങ്കിലും? പഞ്ഞൊന്നും വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ മൂക്കിലുണ്ട്. പറ്റുമെങ്കിൽ രാഷ്നാദി പൊടി കൊണ്ടുവരണം. എനിക്ക് രാവിലെ എനിക്ക് നല്ല തുമ്മലുണ്ട്. പിന്നെ തൊണ്ടയുടെ വിക്സും കരർപ്പ് മാറാനേ. ഓക്കെ, നെക്സ്റ്റ് ടൈം. ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ പോണ അപ്പൂപ്പ. അതിനു മുമ്പേ അപ്പൂപ്പൻ പറഞ്ഞ പോലെ അപ്പൂപ്പൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ പറ്റിയില്ല. അപ്പൂപ്പൻ്റെ മുറുക്കാൻ ഞാൻ ഇപ്പൊ പോയി വാങ്ങിച്ചോണ്ട് വരും. അതുകൊണ്ടൊരു 100 രൂപ എടുക്കാൻ കാണും. പ്രേതത്തെ പറഞ്ഞ് പറ്റിക്കുന്നോടാ, നിനക്ക് വീണ്ടും ചിക്കു ഷേക്ക് കുടിക്കാനില്ലടാ. അല്ല അപ്പൂപ്പ, ബേക്കറിയിൽ പുതിയൊരു ഷേക്ക് വന്നു, അത് കുടിക്കാൻ 100 രൂപ. കൊണ്ടുപോയി മുണുങ്ങ്. 50 രൂപേ? ഇത്രേ ഉള്ളൂ, അവിടെ ജോലിയൊന്നും ഇല്ലേ? അടുത്തേന് വരുമ്പോ ഇതിന്റെ ഇരട്ടിയായി. നീ എനിക്ക് തരുവതായിരിക്കും. അല്ല, നിങ്ങൾ എനിക്ക് തരണം. അവിടെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. മരിച്ചാ പോലും വെറുതെ വിടൂലല്ലേ അവൻ. അപ്പൊ ശരി അപ്പൂപ്പ, പോയിട്ട് വരാം. വരണ്ട ഇങ്ങോട്ട്. പോടാ അപ്പൂപ്പ. സോറി അപ്പൂപ്പ. ചെലജേ ചെലജേ, പ്രേതനെയൊക്കെ കണ്ടു കഴിഞ്ഞാ? കണ്ടടി കണ്ട്. വാപ്പിൾമുക്കിലെ പ്രേതത്തിനെ എല്ലാവരെയും കണ്ട്. ഹൂ, നീ എങ്ങനെ ഇത്രയും നേരം ഒറ്റയ്ക്ക് ഇവിടെ പേടിക്കാതെ പിടിച്ചു നിന്നാ? സമ്മതിക്കണം നിന്നെ. ആര് പറഞ്ഞ ഒറ്റയ്ക്കായിരുന്നെന്ന്? നിങ്ങൾ പോയ സമയത്തെ ഞാൻ പിള്ളേരെ ഓജാമ്പളെടുത്ത് നമ്മളെ മരിച്ചുപോയ സാവിത്രി കൊച്ചമ്മയെ വിളിച്ചു വരുത്തി കൂട്ടിനിരുത്തി. അത് വലിയ ഉപകാരമായില്ലേ? കാണണം, നിങ്ങൾ കൊച്ചമ്മയെ കാണണം. വേണ്ട, കാണണ്ട. കാണിക്കാൻ ഞാൻ. അട്ടാസിക്കടാ ചെലജേ. ഈശ്വര, വീട് സെമിത്തേരിയായ. സ്വപ്ന വരുന്ന പേടിച്ചുപോയി. അച്ഛാ അച്ഛാ, ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് സെമിത്തേരി വരെ പോയല്ല. നീങ്ങ വന്നാണ്. എന്താച്ചാ? എനിക്ക് എന്നെ സ്വപ്നത്തെ അടിക്കാൻ പറ്റിയില്ല. ഇപ്പൊ പറഞ്ഞ ഇരിക്കട്ടെ, സെമിത്തേരി പോണപ്പുറത്ത്. നിങ്ങൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? കൂർത്ത പല്ലുള്ള നീണ്ട നഖമുള്ള പ്രേതത്തെ. പട്ടി